കേരളം ആകെ തകർന്നു പോകും, ശ്രീലങ്കയേക്കാൾ മോശമാകും എന്നൊക്കെ പറഞ്ഞ് ഖജനാവ് കൂട്ടാൻ പോകുന്നു. ശമ്പളം കിട്ടില്ല, പെൻഷൻ കിട്ടില്ല, വല്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നു എന്നൊക്കെ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ദിവസം പോലും പെൻഷൻ മുടങ്ങാതെ, ഒരു ദിവസം പോലും ശമ്പളം മുടങ്ങാതെ ശരിയായ രൂപത്തിൽ ധനകാര്യ മാനേജ്മെന്റ് വഴി കേരളത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ അത്ഭുതകരമായ നേതൃത്വമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പബ്ലിക് സ്ക്വയറിന്റെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ്, വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പബ്ലിക് സ്ക്വയർ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ആദ്യ വർഷം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയും അവർ ചേരുന്ന സംവിധാനത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പബ്ലിക് സ്ക്വയർ സംഘടിപ്പിച്ചത്. അതോടൊപ്പം മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ആശയവിനിമയവും ആ പബ്ലിക് സ്ക്വയറിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പബ്ലിക് സ്ക്വയറിൽ വന്നിട്ടുള്ള പരാതികളിൽ കുറേയേറെ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അന്നത്തെ ആശയവിനിമയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷമായപ്പോഴേക്കും താലൂക്ക് അദാലത്തുകൾ ഞങ്ങൾ തന്നെ പങ്കെടുത്ത് കേരളത്തിലുടനീളം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ മണ്ഡലത്തിലെ കുറേയേറെ പരാതികളും ആ അദാലത്തുകൾ വഴി തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പബ്ലിക് സ്ക്വയർ സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുള്ളത്, എല്ലാ വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനാവശ്യമായ നേതൃത്വം ജില്ലാ കളക്ടർ എന്ന നിലയിൽ ശ്രീ NSK ഉമേഷ് വളരെ നേരത്തെ തന്നെ നടത്തുകയുണ്ടായി. അതിന് അദ്ദേഹത്തോട് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കളമശ്ശേരി മണ്ഡലം നേരത്തെ നമ്മൾ കണ്ടതുപോലെ വിവിധ ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഏലൂർ ഉദ്ഘാടനം ചെയ്തത്, ഇന്നലത്തെ ഉദ്ഘാടനത്തിന്റെ ക്ഷീണവും ഇന്ന് ഉദ്ഘാടനം നടക്കാനുള്ള തയ്യാറെടുപ്പുള്ളതുകൊണ്ടായിരിക്കും ചെയർമാൻ ഇത് വൈകിയത്. അവിടെ മാലിന്യം കൂമ്പാരമായി കിടന്ന സ്ഥലമാണ്. അതൊരു നഗരസഭ തന്നെ അവിടെ മാലിന്യത്തിന്റെ സംസ്കരണത്തിന് മറ്റൊരു സ്ഥലം കണ്ടെത്തി. ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതിയോട് ചേർന്ന് ആരംഭിച്ചപ്പോൾ അന്ന് നമ്മൾ കണ്ടിരുന്നു, മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മാറ്റി അതെല്ലാം പൊതു ഇടങ്ങളായി വികസിപ്പിക്കും, ഓപ്പൺ ജിമ്മും ഗ്രൗണ്ടും ഒക്കെയായി വികസിപ്പിക്കും. അപ്പൊ ആ പ്രഖ്യാപനത്തിന്റെ കൂടി ഭാഗമായി അംബേദ്കർ ഗ്രാമത്തിൽ അത് ഉൾപ്പെടുത്തി മാലിന്യ കൂമ്പാരമായി കിടന്ന സ്ഥലം ഇന്ന് അതിമനോഹരമായ ഒരു ഫുട്ബോൾ ടർഫായി മാറി എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇന്നലെ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏലൂർ നഗരസഭ കേരളത്തിലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ ഒന്നാമത് നിൽക്കുന്ന സഭയാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ മേഖലയിൽ കൃഷിക്കൊപ്പം ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ കൃഷിക്കൊപ്പത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയത് സ്വീറ്റ് പൊട്ടാറ്റോ പൗഡർ, മധുരക്കിഴങ്ങിന്റെ പൗഡർ, അത് തിരുവനന്തപുരം സഹകരണ എക്സ്പോയിൽ പുറത്തിറക്കിയുണ്ടായി. ആരോറൂട്ടിന്റെ ഇപ്പം തന്നെ നമ്മൾ വിപണിയിൽ ഇറക്കി. മഷ്റൂം, കൂണിന്റെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്. കായ, കപ്പ, ഇതിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾ വന്നിരിക്കുന്നു. ആലങ്ങാട് ശർക്കര വിപണിയിലേക്ക് വന്നു. അങ്ങനെ എല്ലാ മേഖലയിലെയും സമഗ്രമായ വികസനം. തൊഴിൽ മേളകൾ 4 നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു.
ഏകദേശം 1000-ഓളം ആളുകൾക്ക് അതുവഴി തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എറണാകുളം ജില്ലയിൽ ഗവൺമെന്റിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഒരു 10,000 തൊഴിൽ നൽകാൻ കഴിയുന്ന അതിവിപുലമായ ഒരു തൊഴിൽ മേള അതിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ കൂടി സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമ്മുടെ പ്രധാന അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കലാണല്ലോ. ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ 6-ാം തീയതി കണ്ടിരുന്നപ്പോൾ അദ്ദേഹം സംബന്ധിച്ചതാണ്. പിന്നെ 7-ാം തീയതി മുഖ്യമന്ത്രിയുടെ മുഖാമുഖമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് ഈ ദിവസത്തേക്ക് മാറ്റിയതാണ്. കേരളം ആകെ തകർന്നു പോകും, ശ്രീലങ്കയേക്കാൾ മോശമാകും എന്നൊക്കെ പറഞ്ഞ് ഖജനാവ് പൂട്ടാൻ പോകുന്നു. ശമ്പളം കിട്ടില്ല, പെൻഷൻ കിട്ടില്ല, വല്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നു എന്നൊക്കെ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ദിവസം പോലും പെൻഷൻ മുടങ്ങാതെ, ഒരു ദിവസം പോലും ശമ്പളം മുടങ്ങാതെ ശരിയായ രൂപത്തിൽ ധനകാര്യ മാനേജ്മെന്റ് വഴി കേരളത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ അത്ഭുതകരമായ നേതൃത്വമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ഇടക്കാലത്ത് ക്ഷേമ പെൻഷനിൽ കുറച്ച് നൽകുന്നതിൽ ചില താമസം ഉണ്ടായെങ്കിൽ അതിന് മുൻഗണന കൊടുക്കും എന്ന് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനു ശേഷം അത് പൂർണ്ണമായും നൽകുന്നതിനും ധനകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ പദ്ധതികൾക്കും ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് ഇത്ര കാലമായി അത് മുടങ്ങിക്കിടന്നതിൽ HMDക്കും NADക്കും വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 74 കോടി രൂപയാണ് ഈ 1 കിലോമീറ്റർ സ്ഥലത്തിന്. സാധാരണ അങ്ങനെ തീരുമാനമെടുക്കാൻ കുറച്ച് കടുപ്പമാണ്. കോടതികളുടെ എല്ലാം ഇതുള്ളത് കൊണ്ട് ആ പണം ഉൾപ്പെടെ അനുവദിച്ച് സീപോർട്ട് എയർപോർട്ട് റോഡ്, അതോടൊപ്പം സയൻസ് പാർക്ക് സിറ്റി 200 കോടി നമ്മുടെ മണ്ഡലത്തിന് അനുവദിച്ചു. ജുഡീഷ്യൽ സിറ്റി എല്ലാ സംവിധാനങ്ങളോട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകൈ മുഖ്യമന്ത്രിക്കൊപ്പം ധനകാര്യ വകുപ്പും മന്ത്രിയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിനും കേരളത്തോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകുന്നതിൽ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.